അമേരിക്കയും ഇറാനും സൈനിക മുന്നൊരുക്കങ്ങൾ തുടരുന്നതിനിടെ രണ്ടാം വട്ട ചർച്ചയ്ക്കുള്ള നീക്കം ശക്തമാക്കി മധ്യസ്ഥ രാജ്യങ്ങൾ. ഇറാനിൽ നിന്ന് മടങ്ങിയെത്തുന്ന സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാക് സംഘം നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. നാവിക ഉപരോധം തുടരുമെന്നും ഇറാന്റെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യക്കുള്ള ഇളവ് നീട്ടില്ലെന്ന് അമേരിക്ക അറിയിച്ചു. ഇസ്രായേൽ ലബനാൻ ഭരണത്തലവന്മാരുടെ ചർച്ച നാളെ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. MCA നാസർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. MCA, ലബനാനെതിരെ ഒരു വശത്ത് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ, അതേ സമയത്ത് തന്നെ അവരുടെ ചർച്ചയും തുടങ്ങാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ അമേരിക്ക ചർച്ചയുടെ സാധ്യതകളാണ്. രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള നീക്കം ശക്തമാക്കുകയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ. അപ്പോൾ നാളെ പാക് സംഘം അവിടെ ചെന്നതിന് ശേഷം ഈ ചർച്ച നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? മഹേഷ്, ഈ ഘട്ടത്തിൽ രണ്ടിനും സാധ്യതയുണ്ട്. കാരണം സംഘർഷം ഒരു ഭാഗത്ത് വലിയ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇരുകൂട്ടരും ഇപ്പോൾ തീരുമാനിക്കുന്നത്. കാരണം അല്പം മുമ്പാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെ വാർത്താ സമ്മേളനം നടന്നത്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഇറാന് എതിരായിട്ടുള്ള ഈ നാവിക ഉപരോധം അത് ഹോർമസിൽ മാത്രം പരിമിതമായിരിക്കില്ല, മറ്റ് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലേക്ക് പോലും ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഉപരോധം നീട്ടാനാണ് അമേരിക്ക ആലോചിക്കുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന കപ്പലുകൾക്കെതിരായിട്ടുള്ള ആ കപ്പലുകൾ സെർച്ച് ചെയ്യാനും പിടികൂടാനും ആവശ്യമെങ്കിൽ കണ്ടുകെട്ടാനും വരെ തങ്ങൾ തയ്യാറാകുമെന്നൊരു വലിയ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം ഇതുവരെയും ഏതാണ്ട് 3 ദിവസത്തിലധികമായിട്ട് ഹോർമുസ് കടലിടുക്കൽ മാത്രമായിരുന്നു അമേരിക്ക ഇറാൻ സംഘർഷം നിലനിന്നതെങ്കിൽ മറ്റ് സമുദ്രാതിർത്തിയിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ സൈനിക നീക്കങ്ങൾ തങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു വരികയാണെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു. ഈ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നുകൂടി ഒരു താക്കീത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മാസം 22 വരെയാണ് നിലവിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ. ആ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ ഒരു സന്ധി സംഭാഷണത്തിലേക്കും കരാറിലേക്കും ഇറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു വിളംബരം തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിലുള്ള പാകിസ്ഥാൻ സംഘം ഏതാണ്ട് ചർച്ചകൾ പൂർത്തീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിൽ മടങ്ങിയെത്തുന്ന സംഘം ഉടൻ തന്നെ നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. ട്രംപിനെ ഇറാന്റെ നിലപാടുകൾ അറിയിക്കും. അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇസ്ലാമാബാദിൽ ചർച്ച നടക്കും. അതെല്ലാ തീരുമാനം പ്രതികൂലമാവുകയാണെങ്കിൽ കുറെ കൂടി സംഘർഷാത്മകമായിട്ടുള്ള അന്തരീക്ഷം വിപുലമാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം നാളെ ഇസ്രായേലും ലബനാനും തമ്മിലുള്ള ചർച്ച നാളെ നടക്കുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രായോഗികമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും തീരുമാനമായില്ല. ചർച്ച എപ്പോൾ, എവിടെ വെച്ച്, ഏതൊക്കെ വിഷയത്തിൽ നടക്കുമെന്ന കാര്യത്തിലുള്ള അവ്യക്തത ഈ ഘട്ടത്തിലും തുടരുകയാണ്. മഹേഷ്, MCA നാസറാണ് ഏറ്റവും പുതിയ വിവരം നിങ്ങൾ നൽകിയത്.